Theology of the body is the term given to the teachings of Pope St. John Paul II on the human person and human sexuality, made during his 129 Wednesday audiences delivered between September 1979 and November 1984. It is a bold Christian response to the sexual revolution. It conveys the traditional truths of the faith and morals in a new, accessible, and relatable way. John Paul II's Theology of the Body. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുവാൻ വിഷയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് റെസ്പോൺസിബിൾ പേരൻ്റ്ഹുഡ്. എന്താണ് റെസ്പോൺസിബിൾ പേരൻ്റ്ഹുഡ്? സഭയുടെ പഠനപ്രകാരം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹങ്ങൾക്കായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഒരു നിമിഷം നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ കണ്ണുകളടച്ച് ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളായിരിക്കുന്നിടത്തുണ്ട് എന്നുറച്ച് വിശ്വസിക്കുക. നമ്മിൽ ജീവിക്കുന്ന പരിശുദ്ധാത്മാവ് എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ അഭിഷേകവും തരുവാനായിട്ട് ഇതാ സന്നദ്ധനായി നിൽക്കുന്നു. നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. ദൈവിക ജ്ഞാനം കൊണ്ട് പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം ഇതാ ഞങ്ങളെ തന്നെ നിനക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മ നമ്മോടൊപ്പം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. ഒരുമിച്ച് നമുക്ക് ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പല ചോദ്യങ്ങളും ചോദിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് കൃത്രിമ ഗർഭനിരോധനത്തെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ ആഴമായിട്ട് ചിന്തിച്ചു. അപ്പം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ചോദിച്ച ആ ചോദ്യത്തിന് നമുക്ക് ഒരു ഉത്തരം ഒന്നും കൂടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പല ചോദ്യങ്ങൾ ചോദിച്ചു. അതിലൊരു ചോദ്യം പ്രധാനമായിട്ട് നിങ്ങൾ ചോദിച്ച ചോദ്യം ആർക്കെങ്കിലും ഒന്ന് ഓർക്കുന്നുണ്ടോ? ലാസ്റ്റിൽ നമ്മൾ ചോദിച്ച ചോദ്യം, ദമ്പതികൾക്ക് കൃത്യമായ ഒരു കാരണങ്ങൾ മൂലം ഇപ്പോൾ കുട്ടികൾ വേണ്ടെന്ന് തീരുമാനിക്കേണ്ട വന്നാൽ അവരെന്ത് ചെയ്യും? ഏതെങ്കിലും പ്രത്യേക കാരണത്താൽ അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യത്താൽ അവർക്ക് കുട്ടികൾ വേണ്ട എന്ന് വിചാരിച്ചാൽ അവരെന്താണ് അതിനുള്ള മാർഗം ഉപയോഗിക്കുന്നത്? അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച അല്പം ചർച്ച ചെയ്യുകയുണ്ടായി. എന്താണ് നമ്മൾ പറഞ്ഞത്? ദൈവം തന്നിരിക്കുന്ന നമ്മളുടെ ശരീരത്തിൻ്റെ ആ നാച്ചുറാലിറ്റി, സ്ത്രീയുടെ ശരീരം ദൈവം ക്രമപ്പെടുത്തിയിരിക്കുന്ന ആ നാച്ചുറാലിറ്റി, ആ ഫെർട്ടൈൽ പീരീഡ്, ഇൻഫെർട്ടൈൽ പീരീഡ്, ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ ആ ഫെർട്ടൈൽ പീരീഡിൽ ദാമ്പത്യധർമ്മം നിർവഹിക്കാതെ അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക. അപ്പോൾ അങ്ങനെ നാച്ചുറൽ ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പോൾ സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുരൂപമായിട്ട് നമ്മളുടെ വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്, ആ സത്യമാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാതെ ഒരുപക്ഷെ ആളുകൾ ചിന്തിച്ചേക്കാം, സഭ എന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇൻ്റർഫിയർ ചെയ്യുന്നത്? എന്നും ദൈവത്തിൻ്റെ സത്യം പ്രഘോഷിക്കപ്പെടുന്നത് കത്തോലിക്കാ സഭ ഇന്നും ആ സത്യം തന്നെ വളരെ ഉച്ചത്തിൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും ഉറക്കെ പ്രഖ്യാപിക്കുന്ന കത്തോലിക്കാ സഭ ഇതിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നമ്മൾ കോൺട്രാസെപ്ഷൻ്റെ പല തിന്മകരമായിട്ടുള്ള വശങ്ങൾ, അതിൻ്റെ എന്തുകൊണ്ടത് ഇൻട്രിൻസിക്കലി ഈവിളായിട്ടുള്ള ഒരു ആക്ഷനാണ് എന്നുള്ളതൊക്കെ നമ്മൾ
കണ്ടപ്പോൾ നമുക്ക് അത് മനസ്സിലായി. അപ്പോൾ ഇന്ന് നമ്മൾ ഇത് തുടർന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു ഹ്യൂമാനവിത്തെ, മനുഷ്യജീവനെക്കുറിച്ച് പോൾ ആറാമൻ മാർപ്പാപ്പ 50 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് നൽകിയ ഒരു ചാക്രിക ലേഖനം. അത് ലോകത്തെ മുഴുവനും മാറ്റിമറിക്കുവാനും വളരെയധികം കോൺട്രവേഴ്സ്യലായിട്ടുള്ള ഒരു ചാക്രിക ലേഖനമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. 50 വർഷം കഴിഞ്ഞെങ്കിലും ഈ ചാക്രിക ലേഖനത്തിൻ്റെ പല ഭാഗങ്ങളുമാണ് ഇന്ന് സഭ ശക്തമായിട്ട് ഇതിനു വേണ്ടി ഉപയോഗിച്ച് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് വിടുകയാണ്. ഹ്യൂമാനവിത്തയിൽ 16-ാമത്തെ പാരഗ്രാഫിൽ നമ്മൾ അവിടെ കാണുന്നു, ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ ഈ അവസരത്തിൽ ഉണ്ടാകാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ അതിന് അല്പം സ്പേസ് വേണം, അല്ലെ കുറേ നാളത്തേക്ക് കുഞ്ഞുങ്ങൾ വേണ്ട എന്ന ഏതെങ്കിലും പ്രത്യേക കാരണത്താൽ, അതിന് പല കാരണങ്ങളുണ്ട്, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് റെസ്പോൺസിബിൾ പേരൻറ്ഹുഡ് എന്ന ആ ഒരു പ്രത്യേക വാക്ക് സഭ അവിടെ പ്രത്യേകമായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ 16-ാമത്തെ പാരഗ്രാഫാണ് ഇവിടെ കണ്ടത്. വീണ്ടും ഞാൻ നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിക്കുകയാണ്. ഇവിടെ എന്താണ് ഈ റെസ്പോൺസിബിൾ പേരൻറ്ഹുഡ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം ഇവിടെ പറയുന്നത്, ഏതെങ്കിലും കാരണത്താൽ ദമ്പതികൾക്ക് അവർക്ക് ഒരു ലാർജ് ഫാമിലി, അതായത് അവരുടെ കുഞ്ഞുങ്ങൾ എത്ര വേണം, എത്ര വലിയ ലാർജ് ഫാമിലി അവർക്ക് വേണം, അല്ലെങ്കിൽ ഏത് കാരണങ്ങളാൽ അവർക്ക് ഈ സമയത്ത് കുഞ്ഞുങ്ങൾ സാധിക്കുകയില്ല, അതൊക്കെ തീരുമാനമെടുക്കേണ്ടത് ഈ റെസ്പോൺസിബിൾ പേരൻറ്ഹുഡ് അത് മനസ്സിലാക്കിയിട്ട് ആ ദമ്പതികൾ തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ വ്യക്തമായിട്ട് ഹ്യൂമാനവിത്തെ പാരഗ്രാഫ് 7-ലും പാരഗ്രാഫ് 10-ലും നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഇതാണ് സഭയുടെ ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള ഇതിനെക്കുറിച്ചുള്ള പഠനം. അപ്പോൾ ഇനി നമ്മൾ ഈ റെസ്പോൺസിബിൾ പേരൻറ്ഹുഡ് എന്തൊക്കെ എലിമെൻറ്റ്സ് ആണ് ഇതിന് പ്രത്യേകമായിട്ടുള്ളതെന്ന് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു കാര്യം പ്രധാനമായിട്ട് പറയുന്നത്, നമുക്ക് അങ്ങോട്ടേക്ക് നോക്കാം. ഇറ്റ് ഷുഡ് ബി റൂൾഡ് ബൈ കോൺഷ്യൻസ്. നമ്മുടെ മനസാക്ഷി അനുസരിച്ചു വേണം ഈ റെസ്പോൺസിബിൾ പേരൻറ്ഹുഡ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് നമ്മുടെ നന്മ, കുഞ്ഞുങ്ങളുടെ നന്മ, വരാനിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ നന്മ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള കുഞ്ഞുങ്ങളുടെ നന്മ, നമ്മുടെ മറ്റ് സാഹചര്യങ്ങൾ, ആത്മീയവും ബാഹ്യവുമായിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ കോൺഷ്യസിന് അനുസൃതമായ ഒരു തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത്. 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഗൗഡിയം എത്ത് സ്പെസ് എന്ന ആ ഡോക്യുമെൻറ്റിലും അതുപോലെ തന്നെ അതിൽ നിന്നാണ് പോൾ ആറാമൻ മാർപ്പാപ്പ ഹ്യൂമാനവിത്തയിൽ ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് പറഞ്ഞാൽ നമ്മുടെ കോൺഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡിസിഷൻ മേക്കിങ്ങിൽ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ റെസ്പോൺസിബിൾ പേരൻറ്ഹുഡ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് വെക്കാൻ മാത്രമല്ല, നമുക്കൊരു ലാർജ് ഫാമിലി, അതായത് ദൈവം നമുക്ക് ഈ വിവാഹത്തിലൂടെ തന്നിരിക്കുന്ന വിളി ദൈവത്തിൻ്റെ ഈ ക്രിയേഷനിൽ കോ ക്രിയേറ്റേഴ്സ് ആവാനാണ്, പ്രോ ക്രിയേറ്റേഴ്സ് ആകാനാണ്. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് ഈ വിവാഹ ജീവിതത്തിലൂടെ ഈ വൺ ഫ്ലഷ് യൂണിയനും നമ്മളുടെ ഈ വലിയ ശ്രേഷ്ഠമായ ആ സ്നേഹത്തിൻ്റെ ഒന്നിക്കലുമൊക്കെ ദൈവം നമ്മുടെ ശരീരത്തിൽ ആലേഖനം ചെയ്തത്. സാർ, എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇന്നത്തെ സമൂഹത്തിൽ പല കാര്യങ്ങളും ചെയ്തതിന് ശേഷം എല്ലാവരും സ്വയം ന്യായീകരിക്കുന്ന ഒരു വർത്തമാനം പറയാറുള്ളത്, ഞാൻ എൻ്റെ മനസാക്ഷിക്ക് ഇഷ്ടമുള്ളതാണ് ചെയ്തത്, അല്ലെങ്കിൽ എൻ്റെ മനസാക്ഷിയിൽ ശരിയെന്ന് തോന്നിയതാണ് ഞാൻ ചെയ്തതെന്ന് പറയുന്നു. അപ്പം നമ്മളിവിടെ പറഞ്ഞല്ലോ, മനസാക്ഷിക്ക് എന്ത് തോന്നുന്നു, അല്ലെങ്കിൽ മനസാക്ഷിക്ക് ശരി എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ഇതിൻ്റെ അകത്തൊരു വ്യത്യാസം വരുന്നില്ല? അതായത് ഓരോ മനുഷ്യനും ഓരോ രീതിയിലായിരിക്കത്തില്ലേ ശരിയും തെറ്റും തോന്നുന്നത്? ഓക്കെ, അപ്പോഴേ നമുക്ക് ഈ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇത് വത്തിക്കാൻ ഡോക്യുമെൻറ്റിലും അതുപോലെ തന്നെ വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ ശരീരത്തിൻ്റെ ദൈവശാസ്ത്രത്തിലും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് മനസാക്ഷി ഫോം ചെയ്യുന്നതെന്നുള്ളത്.
അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രധാനമായിട്ട് ഇതാണ്. മനസാക്ഷി ഫോം ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ നിയമത്തിന് അനുസരിച്ചായിരിക്കണം നമ്മൾ മനസാക്ഷി ഫോം ചെയ്യേണ്ടത്. അല്ലാതെ ഈ ലോകത്തിൻ്റെ അല്ലെ അതോറിറ്റി, സിവിൽ അതോറിറ്റിയുടെ അല്ലെ നമ്മുടെ അയൽവക്കക്കാരുടെ അല്ലെ നമ്മളുടെ സൗകര്യം അനുസരിച്ചുള്ള ഒരു മനസാക്ഷി രൂപീകരണമാണ് നമ്മൾ നടത്തുന്നതെന്ന് വരികിൽ പലപ്പോഴും നമ്മുടെ മനസാക്ഷി തെറ്റായിട്ടുള്ളത് ശരി എന്ന് അത് മുദ്ര വയ്ക്കും. ഇതാണ് ഇന്ന് ലോകത്തെ കാണുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം. ഇതാണ് എല്ലാവരും പറയുന്നു ഞാൻ പറയുന്നത് അസത്യം, ഞാൻ പറയുന്നത് അസത്യം. അപ്പോൾ ഈ റിലേറ്റിവിസവും അതുപോലെ ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളും ഇന്ന് ലോകത്തിൽ പെരുകി വന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. മനസാക്ഷി ദൈവത്തിൻ്റെ നിയമത്തിന് അനുസൃതമായിട്ട് നമ്മൾ ഫോം ചെയ്യണം. അപ്പോൾ ഇത്രയും ഈ പോയിന്റ് വളരെ വ്യക്തമായിട്ട് ഓർത്തിരിക്കുക. ദൈവത്തിൻ്റെ നിയമം അനുസരിച്ച് മനസാക്ഷി ഫോം ചെയ്യണം. അപ്പോൾ ദൈവത്തിൻ്റെ നിയമമാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വരമാണ് നമ്മൾ പരിശുദ്ധ കത്തോലിക്ക സഭയിലൂടെ പിതാക്കന്മാരുടെ പഠനത്തിലൂടെ അതുപോലെ തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ വലിയ പാരമ്പര്യത്തിലൂടെയൊക്കെ ഈ ദൈവത്തിൻ്റെ സത്യം വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്നതാണ് നമുക്ക്. അല്ലാതെ നമുക്ക് ഒറ്റ സ്പോട്ടിലിരുന്നു കൊണ്ട് ഇതാണോ നമുക്ക്, അതുകൊണ്ടാണ് 2000 വർഷത്തെ പഴക്കം പല പാരമ്പര്യങ്ങളിലൂടെ പഠനങ്ങളിലൂടെ പല ബൈബിളിൻ്റെ പാണ്ഡിത്യമുള്ള പിതാക്കന്മാർ അതുപോലെ തന്നെ അവരുടെ എല്ലാ കഴിവുകളും ആത്മീകമായിട്ടുള്ള എല്ലാ ഉറവകളും തുറന്ന് പരിശുദ്ധാത്മാവിലൂടെ ലഭിച്ച ഈ സത്യം, ഈ അറിവ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത് സഭയുടെ അതോറിറ്റിയിൽ പിതാക്കന്മാർ പറയുന്ന കാര്യങ്ങൾ ദൈവം പറയുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അത് ഒരുപക്ഷെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ചിന്തിച്ചോണം. സഭ എന്ന് പറയുമ്പോൾ നമ്മൾ 1-2 വ്യക്തികളെ മാത്രം നോക്കി സഭ എന്ന് ചിന്തിക്കരുത്. സഭയുടെ മനസാക്ഷിയും സഭയിലുള്ള നമ്മളുടെ മനസാക്ഷിയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ടാകും. എന്താ ഞാനത് പറഞ്ഞതിൻ്റെ കാരണം? ഇംഗ്ലീഷിൽ പറയുകയാണ് ദ മൈൻഡ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ ചർച്ച് ആൻഡ് ദ മൈൻഡ് ഓഫ് ദ ചർച്ച് ക്യാൻ ബി ഡിഫറെൻറ്റ് എന്ന് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമ്മളെല്ലാം സഭയുടെ ആളുകളാണ് അല്ലേ? ഒരേ ആശയത്തെക്കുറിച്ച് നമുക്ക് 9 പേർക്ക് 9 അഭിപ്രായം ഉണ്ടാകാം ഇല്ലേ? അതെല്ലാം സഭയുടെ പഠനമായിട്ട് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതാണ് നമ്മുടെ മൈൻഡാണത്. നമ്മുടെ മൈൻഡിലുള്ളത് അല്ല. അതുകൊണ്ടാണ് സഭയുടെ ആഴങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോഴേ സഭയുടെ മനസ്സെന്താണെന്ന് നമുക്കറിയുന്നത് ഈ സഭയുടെ പഠനങ്ങളിലൂടെയാണ്. അല്ലെങ്കിൽ ഒരു അൽമായൻ പറഞ്ഞു അല്ലെങ്കിൽ ഒരു വൈദികൻ പറഞ്ഞു അതുകൊണ്ട് അതങ്ങനെയാണ് എന്നുള്ളതിനേക്കാൾ ഉപരി പലപ്പോഴും അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സഭയുടെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിൻ്റെ നിധി എത്രത്തോളം ശ്രേഷ്ഠമാണ്, ആ ട്രഷർ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതുപോലെ നമുക്ക് വളരെ സത്യം നിറഞ്ഞതായ ട്രഷർ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. അപ്പം ഈ മനസാക്ഷി നമ്മൾ രൂപീകരണത്തിന് അതുകൊണ്ടാണ് ഒരു കുഞ്ഞ് ഉണ്ടാകുമ്പോൾ മുതൽ നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ ആ കുഞ്ഞിനെ ട്രെയിൻ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ മതബോധനം, കുടുംബ പ്രാർത്ഥന, വിദ്യാലയമാണ് നമ്മുടെ കുടുംബങ്ങൾ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. നമ്മളുണ്ടായി ആ നിമിഷം മുതൽ ആ കുഞ്ഞിനെ വിശ്വാസം എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്ത് വളർത്തി. അപ്പോൾ ആ കുഞ്ഞിന് സഹായകമാകും അതിൻ്റെ മനസാക്ഷി രൂപീകരിക്കുവാൻ. ഇല്ലെങ്കിൽ എന്താ പറ്റുന്നത്? നമ്മൾ സെക്യുലർ കൾച്ചർ നമുക്കിങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആശയങ്ങൾ. ഇന്നതാ സംഭവിച്ചിരിക്കുന്നത്. ശരീരത്തിൻ്റെ ദൈവശാസ്ത്രത്തെക്കുറിച്ച് ഞാൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സംസാരിക്കുമ്പോൾ ആളുകൾ പറയുന്ന ഒരു കാര്യം ഇതാണ്: ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അറിയാൻ വയ്യാത്തതുകൊണ്ട് മാതാപിതാക്കളായാലും ശരി, അധ്യാപകരായാലും ശരി, കുട്ടികളായാലും ശരി, അറിയാൻ വയ്യാത്തതുകൊണ്ട് ചുറ്റും അവൈലബിളായിട്ടുള്ള അറിവുകളെടുത്ത് സ്വന്തം മനസാക്ഷി അങ്ങ് രൂപീകരിക്കുക. അത് അസത്യങ്ങളും അർത്ഥസത്യങ്ങളും ഉൾക്കൊള്ളുന്നതായ, അതുകൊണ്ടാണ് ഈ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. നമ്മളുടെ മനസാക്ഷി നമ്മൾ രൂപീകരിക്കുന്നത് ദൈവത്തിൻ്റെ നിയമത്തിന് അനുസരിച്ചാണ്.
അതിന് നമുക്ക് കാണപ്പെടുന്ന സഭയിലൂടെ ധാരാളം സത്യങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. അതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ സഭയുടെ എല്ലാ ആധികാരികതയും വെച്ചുകൊണ്ട് ഈ എപ്പിസോഡുകൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനിയും അടുത്ത ഒരു പോയിൻ്റ് നിങ്ങളുടെ ശ്രദ്ധ വീണ്ടും അങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവിടെ ഈ റെസ്പോൺസിബിൾ പേരൻറ്ഹുഡ് നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ ദമ്പതികൾ അവരുടെ എല്ലാ സാഹചര്യങ്ങളെയും അവർക്ക് കണക്കിലെടുക്കാം. എക്കണോമിക് കണ്ടീഷൻസ്, സോഷ്യൽ കണ്ടീഷൻസ്, ഫിസിക്കൽ കണ്ടീഷൻസ്, സൈക്കോളജിക്കൽ കണ്ടീഷൻസ്. അപ്പോൾ ഇങ്ങനെ എല്ലാ സിറ്റുവേഷനും അവർക്ക് അനലൈസ് ചെയ്യുവാനും ദൈവം തന്നിരിക്കുന്നതായ ആ ഉത്തരവാദിത്വം വളരെ കൃത്യമായിട്ട് നിർവഹിക്കുവാൻ ദൈവത്തോടുകൂടി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് അവർക്കൊരു തീരുമാനമെടുത്ത് പോകുവാൻ സാധിക്കും. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇതാണ് പറയുന്നത്, ആ ദമ്പതികളുടെ ഉത്തരവാദിത്തമാണ് പ്രധാനമായിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും സഭയ്ക്ക് പറയാൻ പറ്റത്തില്ല, ഓക്കെ നീ ഇന്ന കാരണങ്ങളാൽ നിനക്കത് പറ്റുകയല്ല. സഭ പലപ്പോഴും അതിനുള്ള സാധ്യതകളും അതിൻ്റെ മോറൽ വശങ്ങളുമൊക്കെ സഭയ്ക്ക് പറയുവാൻ പറ്റുകയുള്ളൂ. ഓരോ വ്യക്തിയും കടന്നു പോകുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഈ റെസ്പോൺസിബിൾ പേരൻറ്ഹുഡിൽ നമ്മുടെ സോഷ്യൽ, എക്കണോമിക്, സൈക്കോളജിക്കൽ, ഫിസിക്കൽ ഇങ്ങനെയുള്ള എല്ലാ വശങ്ങളും നമ്മൾ കണക്കിലെടുത്ത് വിശകലനം ചെയ്ത് അവരൊരു തീരുമാനമെടുക്കുക. ഞങ്ങൾക്ക് ലാർജ് ഫാമിലി വേണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയിൽ ഈ തരത്തിൽ. അപ്പോൾ അത് ഒരിക്കലും നമ്മൾ കുഞ്ഞുങ്ങൾ വേണ്ട എന്നുള്ള ചിന്തയിൽ മാത്രമല്ല. അത് ഞാൻ വീണ്ടും പറയുക, ഈ റെസ്പോൺസിബിൾ പേരൻറ്ഹുഡ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ വലിയ കൃപ വിവാഹത്തിലൂടെ ദൈവവുമായി സഹകരിക്കുകയാണ്. അപ്പം ഒരു വ്യക്തിക്ക് എത്ര കുഞ്ഞുങ്ങളെ വേണം, അല്ലെങ്കിൽ എത്ര കുഞ്ഞുങ്ങളെ ആ വ്യക്തിക്ക് ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളത് ആ ദമ്പതികളാണ് തീരുമാനമെടുക്കേണ്ടത്. ക്ലിയറായില്ലേ? ഇനിയും അടുത്ത ഒരു പോയിൻ്റ്, അതും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അങ്ങോട്ട് നോക്കാം നമുക്ക്. കീപ്പിംഗ് ഒബ്ജക്റ്റീവ് മോറൽ ഓർഡർ. അപ്പം നമ്മൾ ഈ തീരുമാനമൊക്കെ എടുക്കുമ്പോഴും ഈ റെസ്പോൺസിബിൾ പേരൻറ്ഹുഡ് നമ്മൾ പല പ്രയോറിറ്റീസും നമ്മൾ നോക്കും. പക്ഷെ നമ്മുടെ പ്രധാനപ്പെട്ട പ്രയോറിറ്റി നമ്മൾ മറന്നു പോകുവാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് മോറൽ ഓർഡർ എന്ന് പറയുമ്പോൾ വിവാഹത്തിൻ്റെ പരമപ്രധാനമായ ഒരു ലക്ഷ്യം അത് നമ്മുടെ മുമ്പിൽ നമുക്കുണ്ടായിരിക്കണം. ഇത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞതുപോലെ വിവാഹം കഴിക്കുന്നത് വെറും നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രമല്ല, ദൈവത്തിൻ്റെ അനന്ത പദ്ധതിയുടെ ഭാഗമായി നമ്മൾ മാറുകയാണ്. ഈ പ്രപഞ്ചത്തെ തന്നെ നിലനിർത്തുവാനുള്ള ദൈവത്തിൻ്റെ അനന്ത പദ്ധതിയിൽ നമ്മൾ പങ്കുചേരുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പ്രയോറിറ്റീസ് ഒരുപക്ഷെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ ഈ നമ്മുടെ പ്രധാനമായിട്ടുള്ള വിവാഹത്തിൻ്റെ ആ ലക്ഷ്യം അത് നമ്മളെ ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റിയിൽ കൊണ്ടുവരുവാൻ പാടില്ല, നമ്മുടെ സ്വാർത്ഥതകളെ മുൻനിർത്തി. അപ്പോൾ അവിടെയാണ് വീണ്ടും നമുക്ക് ഡിസേൺമെൻറ്റിൻ്റെ ആവശ്യമുള്ളത്. അപ്പോൾ അവിടെ ഒരു മോറൽ ഒബ്ജക്റ്റീവ് ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഡിസേൺമെൻറ്റ്, നമ്മൾ ഏതിനൊക്കെ പ്രയോറിറ്റി കൊടുക്കുന്നു, വിവാഹ ജീവിതത്തിന് നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതൊക്കെ ഇതിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. മനസ്സിലായല്ലോ? ഇനി അടുത്ത ഒരു പോയിൻറ്റും കൂടെ നമുക്ക് നോക്കാം. ഇതും നമ്മുടെ ഹ്യൂമാനോവിറ്റയിൽ വളരെ വ്യക്തമായിട്ട് പോളാറാമൻ മാർപ്പാപ്പ നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ സന്ദേശമാണ്. ദൈവം പറഞ്ഞിരിക്കുന്ന ഇതാണ്, വി ഹാവ് ടു സീക്ക്, ദൈവത്തിൻ്റെ ആഗ്രഹം നിറവേറ്റുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യമായിരിക്കേണ്ടത്. അപ്പം ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണെന്ന് നമ്മൾ അറിയണ്ടേ? ദൈവത്തിൻ്റെ ആഗ്രഹം നിലനിർത്തുക, അതിന് നമ്മൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ വിട്ടുകൊടുക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം എങ്ങനെയാണ്, എന്താണെന്ന് നമ്മൾ എങ്ങനെ അറിയുന്നത്? എന്ത് തോന്നുന്നു സിനി? എന്താ പറയുക? പ്രാർത്ഥനാ ജീവിതത്തിലൂടെ. പ്രാർത്ഥനാ ജീവിതത്തിലൂടെ തീർച്ചയായിട്ടും. പിന്നീട് നമുക്ക് എന്തോ ആത്മീയ ഗുരുക്കന്മാരിലൂടെ അവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സ്പിരിച്വൽ ഗൈഡൻസ് ഓർ സ്പിരിച്വൽ ഷെയറിങ്. പിന്നീട് വേറെ ഏതാ മാർഗങ്ങൾ?
കൗദാശിക ജീവിതത്തിലൂടെ കൂടെ കൂദാശ ജീവിതം അനുവർത്തിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാന, കുമ്പസാരം, അതുപോലെ മറ്റു കൂദാശകൾ നമ്മൾ തുടരെ സ്വീകരിച്ച് അത് കൂദാശകളുടെ ഒരു പ്രത്യേകത എന്താണ് കൂദാശയിലൂടെ നമുക്ക് കിട്ടുന്നത്? ദൈവിക ജീവൻ നമുക്ക് ലഭിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു കൃപ, ഗ്രേസ്. എന്താണ് കൃപ എന്ന് പറയുന്നത്? എന്താ? ദൈവിക ജീവനിലുള്ള പങ്കാളിത്തമാണ്. അപ്പോൾ അങ്ങനെ ദൈവിക ജീവനിൽ നമ്മൾ പങ്കാളികളായി നമ്മളെ ദമ്പതികൾ പരസ്പരം ഒരേ ഹൃദയത്തോടുകൂടി ദൈവഹിതം ആരായുമ്പോൾ അവർക്ക് ഡിസേൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തെ ശ്രവിക്കുന്നവരായി മാറണം. പരിശുദ്ധാത്മാവ് നമ്മളിൽ ജീവനുള്ളവനായി അവിടുന്ന് വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കണ്ടു പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, ഒരു ദൈവീക വ്യക്തിയായി ജീവനുള്ളവനായി നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നു. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനോട് നിരന്തരം നമ്മൾ സംസാരിക്കുന്ന, പരിശുദ്ധാത്മാവിനെ ശ്രവിക്കുന്ന ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കുമ്പോൾ പല കാര്യങ്ങളും പ്രാർത്ഥനയിലൂടെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ ഹിതം എന്താണ് ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, ഞങ്ങളുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് അതിന് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഇത്രയും പോയിൻറ്റ്സ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ റെസ്പോൺസിബിൾ പേരൻറ്റ്ഹുഡ് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് റെസ്പോൺസിബിൾ പേരൻറ്റ്ഹുഡ് എങ്ങനെയാണ് ഒരു കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ലാർജ് ഫാമിലി വേണമോ സ്മോൾ ഫാമിലി വേണമോ എന്നുള്ള ഡിസൈൻമെൻറ്റ് തീരുമാനം എങ്ങനെ എടുക്കണം എന്നുള്ള ആ ചോദ്യം നിങ്ങളൊന്ന് ചുരുക്കി പറയാം. ഇന്ന് നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. ആദ്യത്തെ പോയിൻറ്റ്സ് ബോബി. നമ്മുടെ മനസാക്ഷിക്ക് അനുസരിച്ച് നമുക്കൊരു തീരുമാനം എടുക്കാൻ കഴിയണം. മാതാപിതാക്കള് അല്ലെ ദമ്പതികള് അവരുടെ മനസാക്ഷിക്ക് അനുസൃതമായി ഒരു തീരുമാനം എടുക്കണം. അങ്ങനെയാണ് റെസ്പോൺസിബിൾ പേരൻറ്റ്ഹുഡ് അനുവർത്തിക്കേണ്ടത്. ഓക്കെ, ഇനി ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നമ്മുടെ മനസാക്ഷി നമ്മൾ രൂപപ്പെടുത്തുന്നത്? ടോണി. ദൈവിക നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് നമ്മുടെ മനസാക്ഷി. ദൈവിക നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് മനസാക്ഷി രൂപപ്പെടുത്തണം. ഈ ദൈവിക നിയമങ്ങൾ എങ്ങനെ നമുക്ക് മനസ്സിലാവും? സഭയുടെ പഠനങ്ങളും സഭയുടെ നിയമങ്ങളുമാണ് ദൈവിക നിയമങ്ങളെന്നും. അപ്പൊ ദൈവത്തിൻ്റെ ഈ അനന്ത സത്യം അത് നമുക്ക് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് സഭയിലൂടെ, കത്തോലിക്കാ സഭയിലൂടെ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ആ വലിയ നിഗൂഢ സത്യങ്ങൾ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവഹിതം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വെരി ഗുഡ്. പിന്നെ നമ്മൾ എന്താണ്, ഏത് പോയിൻ്റാണ് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ച്? ആരാ പറയുന്നത്? അനൂപ്. നമ്മുടെ സാമൂഹിക, സാമ്പത്തിക, ശാരീരികവും മാനസികവുമായ പശ്ചാത്തലങ്ങൾക്കനുസരിച്ച് ദൈവികത മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കും. വെരി ഗുഡ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി. ഇനിയും അടുത്ത എന്താണ് ഞാൻ പറഞ്ഞത്? വേറെ പോയിന്റ് എന്തായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്? ദൈവത്തിന്റെ ഹിതം അനുസരിച്ച്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് നമ്മളൊരു തീരുമാനം എടുക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം നമ്മൾ അനുസരിച്ച്, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നമ്മളൊരു തീരുമാനം എടുക്കണം. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ഹിതം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞേ? ദൈവത്തിൻ്റെ ഹിതം നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞേ? പ്രാർത്ഥനാ ജീവിതത്തിലൂടെ, അതുപോലെ തന്നെ ആത്മീയ ഗുരുക്കന്മാരിലൂടെ, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള നിരന്തരം നമ്മുടെ സംസർഗത്തിലൂടെ, കൂദാശ ജീവിതത്തിലൂടെ, നമ്മുടെ തുടരെയുള്ള കുമ്പസാരം, കുർബാന, ഇതൊക്കെ നമ്മളിലെ ഈ ദൈവത്തിൻ്റെ സ്വരം ദൃഢമായിട്ട് കേൾക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും അനുഗ്രഹപ്രദമായിട്ടുള്ള കൂദാശകളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമ്മൾ കാണുന്നതുവരെ ബൈ ബൈ. ജീസസ് ലവ്സ് യു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. info@tobforlife.org. അടുത്ത എപ്പിസോഡിൽ റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ്. സഭയുടെ ആധികാരികമായിട്ടുള്ള സ്റ്റാൻഡ് എന്താണ്? പ്രത്യേകിച്ച് IVF, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ, സെമൻ ഡൊണേഷൻ, അതുപോലെ തന്നെ സർഗസി, വാടക ഗർഭപാത്രം,
തുടങ്ങിയ അനേക ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിന് വേണ്ടി വീണ്ടും കാത്തിരിക്കുക. എന്താണ് സഭ റിപ്രൊഡക്റ്റീവ് ടെക്നോളജിയെക്കുറിച്ച് സംസാരിക്കുന്നത്? നമുക്ക് വീണ്ടും കാണാം. John Paul II's Theology of the Body.